നമസ്കാരം. കേരളത്തിലെ പൊതുയാത്രാ സംവിധാനമായ ബസ്സുകളിലും സ്ത്രീകൾക്ക് സുരക്ഷിതമായി യാത്ര ചെയ്യുവാൻ കഴിയുന്നില്ല എന്നതിന് തെളിവായ മറ്റൊരു സംഭവം പുറത്തുവരികയാണ്. കൊച്ചിയിലെ ഒരു കണ്ടന്റ് ക്രിയേറ്റർ തന്നെയാണ് ഇത്തരത്തിൽ തനിക്ക് നേരിട്ട അനുഭവം സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചത്. വസ്ത്രധാരണമല്ല പ്രശ്നം, മനസ്സ് മോശമായവരാണ് പ്രശ്നമെന്ന പറയുന്ന ആ യുവതിയുടെ പോസ്റ്റ് വലിയ രീതിയിലാണ് ഇപ്പോൾ ചർച്ചയാകുന്നത്. യുവതി കേരള സാരി ധരിച്ച് തിരക്കേറിയ ബസ്സിലിരിക്കുമ്പോൾ അടുത്തിരിക്കുന്ന മധ്യവയസ്കൻ നിരന്തരം ആ യുവതിയെ മോശമായി നോക്കുന്നതാണ് ഈ ദൃശ്യങ്ങളിൽ വ്യക്തമായി കാണുന്നത്. സ്വയം ശ്രദ്ധിക്കുന്നുണ്ട് എന്ന് മനസ്സിലായിട്ടും അയാൾ ഒന്നും സംഭവിച്ചിട്ടില്ല എന്ന പോലെ നോക്കിക്കൊണ്ടേയിരിക്കുന്നു. ഒടുവിൽ ഈ യുവതി ഇനി നോക്കിയാൽ കണ്ണുകുത്തി പൊട്ടിക്കുമെന്ന മുന്നറിയിപ്പ് നൽകിയപ്പോഴാണ് ഇയാൾ ബസ്സിൽ നിന്ന് ഇറങ്ങിപ്പോയത്. ഇവിടെയാണ് ഈ യുവതി ആ ദൃശ്യങ്ങൾ മൊബൈലിൽ പകർത്തി എന്താണ് സംഭവിച്ചതെന്ന് വ്യക്തമാക്കി ചേർന്നത്. ഈ വീഡിയോയിൽ കേരള സാരി ധരിച്ച യുവതി തിരക്കേറിയ KSRTC ബസ്സിൽ ഇരിക്കുന്നതും അതേ സീറ്റിലിരുന്ന മധ്യവയസ്കനായ സഹയാത്രികൻ മോശമായി നോക്കുന്നതുമാണ് കാണുന്നത്. ഈ അതിക്രമത്തിന്റെ ദൃശ്യങ്ങൾ യുവതി തന്റെ മൊബൈൽ ഫോണിൽ പകർത്തുകയായിരുന്നു. യുവതി തന്നെ നിരീക്ഷിക്കുന്നുണ്ട് എന്ന് മനസ്സിലായിട്ട് പോലും ഒന്നും സംഭവിച്ചിട്ടില്ലെന്ന മട്ടിലാണ് ഇയാൾ നോട്ടം തുടരുന്നത്. ഇനി നോക്കിയാൽ കണ്ണു കുത്തിപ്പൊട്ടിക്കുമെന്ന് പറഞ്ഞപ്പോഴാണ് ഇയാൾ ഇറങ്ങി ഓടിയതെന്നും ഈ യുവതി പറയുന്നുണ്ട്. പല സംഭവങ്ങളും വസ്ത്രധാരണമാണ് പ്രശ്നമെന്ന് പറയുന്നത്. അതുകൊണ്ടാണ് ഞാൻ ഈ റീൽ പോസ്റ്റ് ചെയ്യുന്നത്. ഈ വീഡിയോയിൽ മാന്യമായിട്ടാണ് വസ്ത്രം ധരിച്ചിരിക്കുന്നത്. ഇനി പറയൂ, ഞാൻ എങ്ങനെ വസ്ത്രം ധരിക്കുന്നു എന്നതാണോ കുഴപ്പം, അതോ ആളുകൾ അത് എങ്ങനെ കാണുന്നു എന്നതാണോ? ഇതായിരുന്നു യുവതി പോസ്റ്റിനിടയിൽ കുറിച്ചിരുന്നത്. ഈ വീഡിയോയ്ക്ക് താഴെ യുവതിക്ക് പിന്തുണയുമായി ധാരാളം ആളുകളാണ് എത്തിയിരുന്നത്. അതേസമയം എന്തുകൊണ്ട് പ്രതികരിച്ചില്ല എന്ന ചോദ്യമായും ആളുകൾ എത്തുന്നുണ്ട്. അതിന് മറുപടിയായി മറ്റൊരു വീഡിയോയും യുവതി പോസ്റ്റ് ചെയ്തു. താൻ കഴിഞ്ഞ ദിവസം ഓണാഘോഷം കഴിഞ്ഞ് ബസ്സിൽ വരുമ്പോഴാണ് ഇത്തരത്തിലൊരു സംഭവം നടന്നതെന്ന് യുവതി വീഡിയോയിൽ പറയുന്നു. ഈ വീഡിയോ ഇത്രയും റീച്ച് ആകുമെന്നോ ചർച്ചയാകുമെന്നോ ഞാൻ വിചാരിച്ചിരുന്നില്ല. 80% പേരും തന്നെ പിന്തുണയ്ക്കുമ്പോൾ 20% പേർ അയാളെ പിന്തുണയ്ക്കുന്നു. അവരോടാണ് എനിക്ക് പറയാനുള്ളതെന്ന് യുവതി പറഞ്ഞു തുടങ്ങി. ഞാൻ പ്രതികരിച്ചില്ല എന്ന് പലരും പറയുന്നു. എന്നാൽ അങ്ങനെയല്ല, ഞാൻ പ്രതികരിക്കുകയും അയാൾ ബസ്സിൽ നിന്ന് ഇറങ്ങിപ്പോവുകയും ചെയ്തതായി യുവതി പറയുന്നു. സംഭവത്തിൽ പോലീസിൽ പരാതി നൽകിയിട്ടുണ്ടെന്നും യുവതി വ്യക്തമാക്കി. താൻ മാന്യമായ രീതിയിലാണ് വസ്ത്രം ധരിച്ചതെന്നും അയാൾ വീണ്ടും വീണ്ടും മോശമായി നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നുവെന്നുമാണ് യുവതി പറഞ്ഞത്. തന്റെ പ്രൊഫൈലിലുള്ള മറ്റ് വീഡിയോകൾ കണ്ട് ആളുകൾ കുറ്റപ്പെടുത്തുന്നുവെന്നും എന്നാൽ ഇതിലൊന്നും യാതൊരു കഴമ്പുമില്ല എന്നുമാണ് യുവതി പറയുന്നത്. പിഞ്ചു കുഞ്ഞുങ്ങൾ വരെ പീഡിപ്പിക്കപ്പെടുന്ന നാടാണിത്. കേസുകൾ എടുത്തു നോക്കിയാൽ പീഡിപ്പിക്കപ്പെടുന്നവരിൽ ഭൂരിഭാഗം പേരും ചുരിദാറും ഷാളും ധരിക്കുന്ന നാട്ടിൻ പുറത്തെ പെൺകുട്ടികളാണ്. നമ്മുടെ നിയമം ഇത്തരക്കാരെല്ലാം ജയിലിലിട്ട് വളർത്തുന്നവയാണ്. നിയമത്തിൽ പേടിയില്ലാത്തതുകൊണ്ടാണ് ഇതെല്ലാം സംഭവിക്കുന്നത്. വീഡിയോ ഇട്ടതിന് പിന്നാലെ ഒത്തിരി പെൺകുട്ടികൾ മെസ്സേജ് അയച്ചു, അനുഭവങ്ങൾ പറഞ്ഞു. പലർക്കും ഇത്തരത്തിൽ അനുഭവമുണ്ടെങ്കിലും പുറത്തു പറയുവാൻ പേടിയാണ്. പേടി കൊണ്ടാണ് അവർ പ്രതികരിക്കാത്തതും. ഏതൊരു സ്ത്രീക്കും ഇത്തരത്തിൽ പറയുവാൻ ഒരു അനുഭവം ഉണ്ടാകും. ഈ അനുഭവം ഞാൻ പങ്കുവച്ചത് റീൽസിനോ കണ്ടന്റിനോ അല്ല. ഇയാളുടെ മുഖം നാട്ടുകാർ കാണാൻ വേണ്ടിയെന്നാണ് യുവതി പറയുന്നത്. തനിക്ക് 9ാം ക്ലാസ്സിൽ വെച്ചും ഇത്തരം അനുഭവം ഉണ്ടായിട്ടുണ്ട്. അന്ന് ബസ്സിൽ അതിക്രമം ഉണ്ടായപ്പോൾ പ്രതികരിച്ചതിന് തന്റെ അമ്മ എന്നോട് ചോദിച്ചു എന്തിനാണ് പ്രതികരിച്ചതെന്ന്. യൂണിഫോമിലായിരുന്നു അന്ന്. അന്നു മുതലുണ്ടായ അനുഭവമാണ് ഇതെന്നും യുവതി പറയുന്നുണ്ട്. ബസ്സിൽ നടന്ന ഒരു സംഭവത്തിന്റെ വീഡിയോ ആയിരുന്നുവെങ്കിലും അതിന്റെ സന്ദേശം വളരെ വലുതാണ്. പെൺകുട്ടി എന്ത് ധരിക്കുന്നു എന്നതല്ല പ്രശ്നം, ആളുകൾ എങ്ങനെ കാണുന്നു എന്നതാണ് പ്രശ്നമെന്നാണ് ഈ വീഡിയോ നമ്മെ പഠിപ്പിക്കുന്നത്. പെൺകുട്ടിയുടെ ധൈര്യവും സോഷ്യൽ മീഡിയയിൽ ലഭിച്ച പിന്തുണയും ഒക്കെ നമ്മളെ ഓർമ്മിപ്പിക്കുന്നത് നിശബ്ദമാകാതെ പ്രതികരിക്കണം എന്ന് തന്നെയാണ്. പിഞ്ചു കുഞ്ഞുങ്ങൾ മുതൽ പ്രായമായ സ്ത്രീകൾ വരെ ഇത്തരം പീഡനങ്ങൾക്ക് ഇരയാകുന്നു എന്നത് നമ്മുടെ സമൂഹത്തിന്റെ ഭീകര യാഥാർത്ഥ്യമാണ്. ചുരിദാർ ധരിച്ച ഗ്രാമീണ പെൺകുട്ടികളെയും യൂണിഫോം ധരിച്ച വിദ്യാർത്ഥികളെയും സാധാരണ വസ്ത്രം ധരിച്ച തൊഴിലാളി സ്ത്രീകളെയും എല്ലാവരെയും ഇത്തരം അതിക്രമം പിന്തുടരുന്നുണ്ട്. പ്രശ്നം സ്ത്രീകളുടെ വസ്ത്രത്തിലല്ല, കുറ്റവാളികളുടെ മനസ്സിലാണ്. നിയമത്തെ പേടിക്കാത്ത അവസ്ഥയാണ് ഇത്തരം സംഭവങ്ങൾ തുടരുവാൻ കാരണമാകുന്നത്. സാമൂഹ്യ മാധ്യമങ്ങളിൽ വൈറലായ ഈ സംഭവം കേരളത്തിലെ സ്ത്രീകളെ സുരക്ഷയ്ക്കും പൊതുയാത്രയുടെ സുരക്ഷിതത്വത്തിനും വലിയൊരു ചോദ്യം ഉയർത്തുകയാണ്. സ്ത്രീകളുടെ വസ്ത്രമല്ല, സമൂഹത്തിന്റെ കണ്ണാണ് മാറേണ്ടതെന്ന് യുവതി പങ്കുവച്ച ഈ അനുഭവത്തിലൂടെ നമുക്ക് മനസ്സിലാക്കാവുന്നതാണ്. സാമൂഹികമായി മാറ്റം വരുത്തേണ്ടത് കുറ്റവാളികളുടെ മനോഭാവത്തിലും നിയമത്തിന്റെ കർശനമായ നടത്തിപ്പിക്കലുമാണ്. സ്ത്രീകൾക്കായി സുരക്ഷിതമായ സമൂഹം ഒരുങ്ങട്ടെ എന്ന ഒരു പ്രതീക്ഷയിലാണ് ഈ കേരളത്തിലുള്ള എല്ലാ യുവതികളും.